നമ്മള് കുഞ്ഞൊരു വ്ലോഗ് വീഡിയോ ആയിട്ട് വന്നിട്ടുള്ളത് കേട്ടാ. എപ്പോ അമ്മായി അമ്മയും മരുമോളുള്ള സ്കിറ്റെല്ലാം കണ്ടിട്ട് നിങ്ങൾക്ക് ബോറടിച്ചിട്ടുണ്ടാവൂല ചെറുതായിട്ട്. അപ്പൊ നമ്മൾ വിചാരിച്ചു ഒന്നൊന്ന് മാറ്റി പിടിച്ചേക്കാന്ന്. അങ്ങനെ നമ്മളിതാ ഒരു വ്ലോഗുമായിട്ട് വന്നിട്ടുണ്ട്. നമ്മള് ആമിക്കുട്ടീനെ കണ്ട നിങ്ങള്, ആള് നല്ല ഉറക്കിന്റെ വക്കിലുള്ളത് കേട്ടാ, ഉറങ്ങിക്കൊണ്ടുണ്ടായിനി. അപ്പോ ഞാൻ വിചാരിച്ചു വാമിമോള് ഉറങ്ങുന്നതിന് മുമ്പേ ഒരു കുഞ്ഞ് വ്ലോഗ് സ്റ്റാർട്ട് ചെയ്ത് വെക്കാന്ന് വിചാരിച്ചു. അല്ല വാമിക്കുട്ടിയെ, ആദ്യക്കുട്ടി സ്കൂളിൽ പോയിട്ടുണ്ട്. അപ്പൊ ഇതാ ഏട്ടൻ ഇതാ ഡ്രൈവ് ചെയ്തോണ്ടിരിക്കുന്നുണ്ട്. നമ്മളിപ്പൊ പയ്യന്നൂരേക്ക് പോകുന്നു കേട്ടാ. നമുക്ക് ആദ്യം പയ്യന്നൂര് ഐഡിയൽ ഡെക്കറിലേക്ക് ഒന്ന് പോണം. ഏട്ടന് ഓഫീസിലേക്ക് ഒരു ചെയർ എടുക്കാനുണ്ട്. അപ്പൊ അതെടുത്തിട്ട് നമുക്ക് സ്റ്റുഡിയോയിലേക്ക് പോകണമെന്ന് വിചാരിക്കുന്നുണ്ട് കേട്ടാ. പയ്യന്നൂർ സ്റ്റുഡിയോ ഓപ്പൺ ആക്കിയിട്ട് കുറച്ചു നാളായി. അപ്പൊ അതന്നെ ഇതുവരെ പോയിട്ടില്ല. പോണം ഇങ്ങനെ വിചാരിച്ചിന് അല്ലേട്ടാ. അപ്പൊ നമ്മൾ ഇന്ന് അങ്ങോട്ട് പോവാന്നാ വിചാരിക്കുന്നത്. പക്ഷെ നമ്മൾ ആദ്യക്കുട്ടനെ ഒരു 3:30 സ്കൂളിൽ നിന്ന് വിടും. ആ സമയമാകുമ്പോ നമുക്ക് തിരിച്ചെത്തും വേണം. അപ്പൊ ചേറല് നോക്കി ടൈം ഉണ്ടെങ്കിൽ ഇന്ന് നമ്മൾ സ്റ്റുഡിയോയിലേക്കും കൂടി പോകുന്നുണ്ട്. ആമിക്കുട്ടി എല്ലാം കേൾക്കുന്നുണ്ട് കേട്ടാ. ആമിക്കുട്ടി ഒരു ഹായ് പറഞ്ഞേ. ഒരു ഹായ് പറയടാ എല്ലാരോടും. അപ്പൊ നമ്മള് സബ്സ്ക്രൈബേഴ്സിനോടല്ലേ ഹായ് പറഞ്ഞിട്ടുണ്ട് ആമിക്കുട്ടി. അപ്പൊ നമ്മള് കരിവള്ളൂര് കഴിഞ്ഞ കേട്ടാ. ഹൈവേന്റെ പണിയെടുക്കുന്നോണ്ട് അങ്ങനെയെല്ലാം കാണുന്നത്. നമ്മളെ സ്ഥലങ്ങളെല്ലാം മാറിപ്പോയി കേട്ടാ. പെട്ടെന്ന് വന്ന് നോക്കിയാലേ ഇത് പണ്ടത്തെ സ്ഥലാന്നോന്നില്ല ഡൗട്ട് പോലും വരും. അത്രയും ഒരു ചേഞ്ചാന്ന് വന്നിട്ടുള്ളത്. അപ്പൊ നമ്മളെ വാമിമോള് ഇതാ ഉറങ്ങിയിട്ടുണ്ട് കേട്ടാ. ശരിക്കും പറഞ്ഞാൽ മോള് ഉറങ്ങുന്ന സമയാന്ന് ഇത്. അതുകൊണ്ടാണ് ആ സമയത്ത് തന്നെ അപ്പൊ ഉറങ്ങി ശീലിച്ചോണ്ട്. എന്നാലും ഇന്ന് വലിയ വാശിയൊന്നും എടുത്തിട്ട വേഗം ഉറങ്ങിയിട്ടുണ്ട് പാവം. ഏട്ടനെ ചോദിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടാ. എവിടെയെങ്കിലും പോകുമ്പോ ലോക്ക് ഏട്ടനെ വല്ലാണ്ട് മിസ് ചെയ്യും. അതൊക്കെ ചോദിച്ചു കൊടുക്കും. ഏട്ടയോ ഏട്ടനുണ്ടെങ്കിൽ ഈ കാണുന്ന ആളേ അല്ല ഏട്ടാ. വണ്ടിയിൽ കയറി കഴിഞ്ഞാൽ രണ്ടാളും തലകുത്തി മറിയാണ്. അപ്പൊ നമ്മൾ ഇതുപോലത്തെ കുഞ്ഞു വ്ളോഗെല്ലാം ഇടക്കിടക്ക് ഇടാത്തതിന് കുറെ ആൾക്കാർ നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇങ്ങനെ സ്കിറ്റ് വീഡിയോ കാണാൻ ഇഷ്ടമാണ്. അപ്പൊ ഇടക്കെല്ലാം ഇങ്ങനെ ചെറിയ എവിടെയെങ്കിലും പോകുന്നതോ കുക്കിങ്ങോ അങ്ങനെയെല്ലാം ഇട്ടുകൂടെയോ ചോദിച്ചിട്ടുണ്ട്. അപ്പൊ നമ്മൾ വിചാരിച്ചു എന്നാ അങ്ങനെ ഇട്ടേക്കാ. അപ്പൊ നമ്മള് ഐഡിയൽ ഡെക്കറിൽ എത്താനായി. ഓണത്തിന് അടിപൊളിയില്ല. അങ്ങനെ ഓണത്തിന് അടിപൊളിയില്ല. അപ്പൊ നമ്മൾ ഐഡിയൽ ഡെക്കറിന്ന് ഇറങ്ങി കേട്ടാ. ഏട്ടന് ഉദ്ദേശിച്ച ചെയർ അവിടെ ഉണ്ടായിട്ടില്ല. അപ്പൊ നമ്മള് അവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ട്. ഇപ്പൊ നമ്മളിതാ സ്റ്റുഡിയോയിൽ എത്തിയിട്ടുണ്ട്. വാമിക്കുട്ടി ഉറക്കം തന്നെയാണ്. പിന്നെ നമ്മൾ അവിടെ ആ ചെയർ ഇല്ലാത്തതുകൊണ്ട് വേഗം തന്നെ ഇറങ്ങി. ഇനി നമ്മളിവിടെ ജസ്റ്റ് കയറുന്നേ ഇല്ല. ഒന്നും വാങ്ങിക്കണം എന്നൊന്നും തീരുമാനിച്ചിട്ടൊന്നുമില്ല. ജസ്റ്റ് കാണണം എന്തൊക്കെയാണ് എങ്ങനെയല്ലാന്ന് അറിയാലോ. അപ്പൊ നമുക്ക് നേരെ സ്റ്റുഡിയോയിലേക്ക് പോകാം. ഞങ്ങളവിടെ എത്തുമ്പോൾ വലിയ തിരക്കൊന്നും ഉണ്ടായിട്ടില്ല കേട്ടോ. പിന്നെ പ്രത്യേകിച്ച് ഒന്നും എടുക്കാനുള്ള ഉദ്ദേശത്തിലല്ലല്ലോ പോയത്. അതുകൊണ്ട് കൂടുതലൊന്നും നോക്കിയിട്ടൊന്നുമില്ല. എന്നാലും ഡ്രസ്സ് കാണുമ്പോൾ എങ്ങനെയാണ് നോക്കാതിരിക്കുക അല്ലേ. പിന്നെ ഞങ്ങൾ കറങ്ങി ഈ ചെരുപ്പിൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട്. ചെരുപ്പും ജസ്റ്റ് വെറുതെ ഒന്നിങ്ങനെ നോക്കിക്കൊണ്ട് പോയി. ലിപ്സ്റ്റിക്കിൻ്റെ സെക്ഷൻ എത്തിയപ്പോൾ ജസ്റ്റ് ഒന്ന് വാങ്ങിയാലോ തോന്നി കേട്ടോ. നല്ല കളക്ഷൻസ് ഉണ്ടായിരുന്നു. അപ്പോൾ എല്ലാത്തിനും ഒരു 200 രൂപയിൽ താഴെയായിരുന്നു കേട്ടോ റേറ്റ് വന്നിട്ടുള്ളത്. അപ്പോൾ ഉണ്ടായിരുന്ന ലിപ്സ്റ്റിക്കൊക്കെ തുടച്ച് കളഞ്ഞിട്ട് ഞാൻ ഒന്ന് അപ്ലൈ ചെയ്ത് നോക്കിയിട്ടുണ്ട്. അങ്ങനെ 3 എണ്ണം ഞാൻ ജസ്റ്റ് ഒന്ന് കയ്യിൽ ഉരച്ച് നോക്കി കേട്ടോ. അതിൽ 2 എണ്ണം എനിക്കത്ര ഇഷ്ടപ്പെട്ടില്ല. 3ാമത് എടുത്ത ഷെയ്ഡ് എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു കേട്ടോ. അപ്പോൾ മനസ്സിൽ ആഗ്രഹിച്ച ഒരു ഷെയ്ഡ് കിട്ടിയതിൻ്റെ സന്തോഷത്തിലായിരുന്നു കേട്ടോ ഞാൻ. പിന്നെ ഏട്ടൻ ഇതേ ഒരു പെർഫ്യൂമൊക്കെ എടുത്തിട്ടുണ്ട്. പിന്നെ അതെല്ലാം എടുത്തിട്ട് നമ്മളിതേ ബില്ലടിച്ചിട്ട് പെട്ടെന്ന് തന്നെ ഇവിടെ നിന്ന് ഇറങ്ങി കേട്ടോ. അപ്പോൾ നമ്മൾ സ്റ്റുഡിയോന്നെല്ലാം ഇറങ്ങി കേട്ടാ. ഇതാ നമ്മളെ വാമിക്കുട്ടി എന്നൊരു ഉറങ്ങി എണീച്ചിട്ടുണ്ട്. നമ്മൾ താഴെ അടുത്തുള്ള കടയിൽ നിന്ന് ഇതാ കടലക്ക മുട്ടായി എല്ലാം വാങ്ങിയിട്ട് തിന്നുകൊണ്ട് പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. അല്ല വാമിക്കുട്ടി? ഞാനിതാ ഈ ഒരു ലിപ്സ്റ്റിക് എടുത്തേട്ടാ. ഈ ഒരു ഷെയ്ഡാണ് എടുത്തിട്ടുണ്ടായത്. എനിക്ക് നല്ല ഇഷ്ടമായിരുന്നു.
കൊറേ തപ്പി നോക്കിയിട്ടാണ് ഈ ഒരു ഷെയ്ഡ് കിട്ടിയത്. പിന്നെ ഏട്ടൻ ഒരു പെർഫ്യൂമും എടുത്തിട്ടുണ്ടായിന്. അങ്ങനെ നമ്മൾ സ്റ്റുഡിയോ കണ്ടു. അപ്പൊ ഇനി ആദ്യക്കൂട്ടനെയും കൂടി കൂട്ടിയിട്ട് നമ്മൾ വീട്ടിലേക്ക് പോലായി അല്ലേ മാമിയെ?